ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിൽ വേനൽ ശക്തമാകുന്നു. വിവിധ പ്രദേശങ്ങളിൽ പകൽ സമയത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ താപനില അബു സംറയിലാണ് രേഖപ്പെടുത്തിയത്. 42 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ദോഹ നഗരത്തിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു. അൽവക്ര, മിസൈദ്, അൽഖോർ, അൽ റുവൈസ്, ദുഖാൻ എന്നിവിടങ്ങളിലും പകൽ സമയത്ത് ചൂട് തുടങ്ങിയിട്ടുണ്ട്. വേനൽ ചൂടിൽ തളരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നത് വേനൽക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായകമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ പേരിൽ യാത്രാവിലക്ക് നേരിടുന്നവർക്ക് പിഴ അടച്ച് വിലക്ക് നീക്കം ചെയ്യാനുള്ള പ്രത്യേക അവസരം ലഭ്യമാകുന്നു. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെ അൽ ഖൈറാൻ മാളിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സേവനങ്ങൾ നൽകും. ഞായറാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ അവന്യൂസ് മാളിൽ 2 ഷിഫ്റ്റുകളായി സേവനം ലഭ്യമാകും. ഏകീകൃത ഗൾഫ് ട്രാഫിക് വീക്ക് കമ്മിറ്റി തലവൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ സുബ്ഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സൗകര്യത്തിലൂടെ ട്രാഫിക് നിയമ ലംഘനങ്ങൾ മൂലം വിലക്ക് ലഭിച്ചവർക്ക് പിഴ അടച്ച് സിസ്റ്റത്തിൽ നിന്നും തങ്ങളുടെ പേര് നീക്കം ചെയ്യാനും സാധാരണ ഇടപാടുകൾ തുടരാനും കഴിയുമെന്നും അൽ സുബ്ഹാൻ വ്യക്തമാക്കി. ഗവർണറേറ്റുകളിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ സേവനം ലഭ്യമല്ലെന്നും അൽ ഖൈറാൻ അവന്യൂസ് മാളുകളിൽ മാത്രമേ ഈ സൗകര്യം ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വിശദീകരിച്ചു. വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാൻ സാധിക്കും. ഇതിനായി വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. അപേക്ഷകർ അനുബന്ധം ജെ പ്രകാരം സ്വയം പ്രഖ്യാപിത ജോയിന്റ് ഫോട്ടോ സത്യവാങ്മൂലം നൽകിയാൽ മതിയാകും. പാസ്പോർട്ട് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനം. രജിസ്റ്റർ ചെയ്ത വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ദമ്പതികൾക്ക് പാസ്പോർട്ടിൽ അവരുടെ വൈവാഹിക നില പുതുക്കുന്നതിന് അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകാറുള്ള കാലതാമസവും അപേക്ഷ നിരസിക്കപ്പെടുന്നതും ഈ മാറ്റത്തിലൂടെ ഒഴിവാക്കാം. പങ്കാളികൾ ഒരുമിച്ച് ഒപ്പിട്ട പ്രഖ്യാപനമാണ് അനുബന്ധം ജെ. ഇത് അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് ഉറപ്പാക്കുന്നു. സ്വയം സാക്ഷ്യപ്പെടുത്തിയ സംയുക്ത ഫോട്ടോ, ഇരുവരുടെയും പൂർണ്ണമായ പേരുകൾ, വിലാസം, വൈവാഹിക നില, ആധാർ നമ്പറുകൾ, വോട്ടർ ഐഡികൾ, പാസ്പോർട്ട് നമ്പറുകൾ, തീയതി, സ്ഥലം, ഇരു കക്ഷികളുടെയും ഒപ്പുകൾ എന്നിവയെല്ലാം ഈ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരിക്കണം. സാധാരണ വിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ഈ രേഖകളെല്ലാം സ്വീകരിക്കും. അതേസമയം ജീവിത പങ്കാളിയുടെ പേര് പാസ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാനോ പുതുക്കാനോ ഉള്ള നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിനായി വിവാഹമോചന ഉത്തരവ്, പങ്കാളിയുടെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുനർവിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ച വ്യക്തികൾക്ക് ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള ഒരേയൊരു രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കൂ എന്നതും പുതിയ നിയമത്തിലെ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഈ തീയതിക്ക് മുമ്പ് ജനിച്ച അപേക്ഷകർക്ക് പാൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ മറ്റ് രേഖകൾ ഉപയോഗിക്കാം. പാസ്പോർട്ടുകളുടെ അവസാന പേജിൽ ഇനി മേൽവിലാസം ഉണ്ടാകില്ല എന്നതും ഒരു പ്രധാന മാറ്റമാണ്. ഡാറ്റയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നത് തടയുന്നതിനും ഇനി സ്കാൻ ചെയ്യാവുന്ന ബാർകോഡായിരിക്കും ഉപയോഗിക്കുക. കൂടാതെ തിരിച്ചറിയൽ എളുപ്പമാക്കുന്നതിനും ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ള നിറത്തിലും നയതന്ത്രജ്ഞർക്ക് ചുവപ്പ് നിറത്തിലും സാധാരണ പൗരന്മാർക്ക് നീല നിറത്തിലുമുള്ള പാസ്പോർട്ടുകൾ നൽകുന്ന സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്. 2030 പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം 442 നിന്നും 600 ഉയർത്തും. വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കുന്നതിനായി പാസ്പോർട്ടുകളുടെ അവസാന പേജിൽ നിന്ന് മാതാപിതാക്കളുടെ പേരുകൾ ഒഴിവാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നാളെ നെതർലാൻഡിലേക്ക് പുറപ്പെടും. ഏപ്രിൽ 14 മുതൽ 16 വരെ നീണ്ടുനിൽക്കുന്ന സന്ദർശന വേളയിൽ നെതർലാൻഡ്സ് രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. സഹകരണ മേഖലകളെക്കുറിച്ചും പൊതുവായ ആശങ്കയുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നു വരുമെന്നും ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി.
ഉത്തരേന്ത്യയിൽ പൊടിക്കാറ്റ് കാരണം ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസ് കൂടെ തടസ്സപ്പെടുന്നതായി മുന്നറിയിപ്പ്. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിവ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയെയും വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളെയും വെള്ളിയാഴ്ച മുതൽ പൊടിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട്. ശനിയാഴ്ച UAE ആസ്ഥാനമായുള്ള വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും മുൻകരുതൽ നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച പ്രതികൂല കാലാവസ്ഥ കാരണം അബുദാബിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള EY216 വിമാനം ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടു. ഏപ്രിൽ 11-ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും പൊടിക്കാറ്റ് സാരമായി ബാധിച്ചു. കുറഞ്ഞത് 205 വിമാനങ്ങളെങ്കിലും വൈകി. 50-ലധികം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. നൂറുകണക്കിന് യാത്രക്കാർക്ക് കാര്യമായ തടസ്സങ്ങളും അനുഭവപ്പെട്ടു. എയർലൈൻ ഷെഡ്യൂളുകളിൽ വ്യാപകമായ കാലതാമസത്തിന് ഇത് കാരണമാക്കി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വടക്കേ ഇന്ത്യയിലുടനീളമുള്ള വിമാന പ്രവർത്തനങ്ങളിൽ തുടർച്ചയായ തടസ്സങ്ങളുണ്ടായതായി എയർ ഇന്ത്യയും സ്ഥിരീകരിച്ചു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വൈകുന്നേരം 5:30-നും രാത്രി 9-നും ഇടയിൽ കാലതാമസമോ വഴിതിരിച്ചുവിടലോ പ്രതീക്ഷിക്കണമെന്നും എയർലൈൻ നിർദ്ദേശിച്ചു. ഡൽഹിയിലെ പൊടിക്കാറ്റിന്റെ ആഘാതം ചില വിമാനങ്ങളുടെ ടേക്ക് ഓഫ്, ലാൻഡിംഗ് ക്ലിയറൻസുകളിൽ കാലതാമസമുണ്ടാക്കി. ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിൽ പ്രധാന പാതയിൽ കാർ കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേന അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. സിവിൽ ഡിഫൻസിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കി. കഴിഞ്ഞ ദിവസം തെക്കൻ പാറ്റ്ന ഗവർണറേറ്റിലെ റുസ്താഖ് വിലായത്തിൽ അൽ ഹസം പ്രദേശത്ത് ബസ് കത്തിനശിച്ചിരുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ല. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ബസ് പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. താപനില ഉയരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. അതേസമയം രാജ്യത്ത് ക്രമാനുഗതമായി താപനില ഉയരുകയാണ്. വാഹനങ്ങളിൽ മോഷണം നടത്തിവന്നയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കർ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വാഹനങ്ങളിൽ നിന്നും പണം മോഷ്ടിച്ചയാളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് വ്യക്തമാക്കി. നേരത്തെ വാഹനങ്ങളിൽ മോഷണം നടത്തിയ പ്രവാസിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പവർ ഗ്രൂപ്പ് UAEയുടെ നേതൃത്വത്തിൽ ദുബൈ പോലീസിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് കൗൺസിലിന്റെ സഹകരണത്തോടെ നടക്കുന്ന GCC കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മാൾട്ട, ഒമാൻ, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകൾക്ക് വിജയം. സൗദി അറേബ്യയിലെ ബദർ FCയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് മാൾട്ട ക്ലബ് ഡി സ്വാദ് പരാജയപ്പെടുത്തിയത്. ടോപ്പ് 10 ഒമാൻ 1-നെതിരെ 2 ഗോളുകൾക്ക് ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തെ തോൽപ്പിച്ചു. ഷാർജ സക്സസ് പോയിന്റ് കോളേജ് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കോസ്റ്റൽ ട്രിവാൻഡ്രത്തെ പരാജയപ്പെടുത്തിയത്.